പിന്നെ കാണാം. ചന്ദ്ര ഇത് ഫുൾ നോക്കണേ, വാസോണിനെ നിന്നെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഈകള് എന്നെ റിയാക്ട് ചെയ്തു. ചന്ദ്രനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈകള് റിയാക്ട് ചെയ്തത്. ഞാൻ പിന്നെ അങ്ങനെ വാസണ്ണൻ എന്നെ മറ്റൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ സ്കിപ്പാക്കാനാ? ചന്ദ്രു രാജു രണ്ടുപേരും ചേർന്ന ഒന്ന്. അപ്പൊ ചന്ദ്രൻ എന്നെ വീണ്ടും റിയാക്ട് ചെയ്ത്, നമ്മൾ ലാഗിങ് ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചന്ദ്രൻ എന്താ പറഞ്ഞതെന്നൊന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. 2 വർഷം കണ്ട് കരഞ്ഞ പേര്, 2 വർഷം വീഡിയോ കണ്ട് കരഞ്ഞിട്ട് മൂന്നത്തോടെ ഒന്ന് ഇരിക്കാണ് കള്ളൻ. പറഞ്ഞാല് വിജയണ്ണൻ ഫാൻസിനും പുറമേക്ക് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു, നീ ഇറങ്ങി നടക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഇവിടെ പറയല്ലേ. നീ ഇറങ്ങി നടക്കാൻ പറ്റാത്തതിന്റെ നിന്റെ ഈ വീഡിയോ ഇടലുണ്ടല്ലോ, നിന്റെ ഈ വീഡിയോ ഇടലാണ് മെയിൻ പ്രശ്നം. ചുമ്മാ ഇരുടാ. ഈ മെയിൻ പ്രശ്നം പറഞ്ഞാൽ നിന്റെ ഈ വീഡിയോ ഇടലാണ്. ഇത് നീ എന്ന് നിർത്തും അന്ന് നീ നന്നാവും. ഓ ശരി, നീയാണല്ലോ കോടതി. പോടാ, ഞാൻ പറയുന്നില്ല. പറ അണ്ണൻ പറ, അണ്ണൻ പറ. അല്ല അണ്ണൻ പറ, അണ്ണൻ പറ. എനിക്ക് പ്രശ്നമില്ല. അണ്ണൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അണ്ണൻ റേഞ്ച് ഫീറ്റല്ലേ, എനിക്ക് പ്രശ്നമില്ല. ഫാമിലി ഓഡിയൻസ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് എന്നെ കഴിഞ്ഞ 2 വീഡിയോയിൽ എന്നെ തള്ളക്കി വിളിച്ച പയ്യനാണ്. രണ്ട് വീഡിയോക്ക് മുന്നേ ഭരണിപ്പാട്ടും മറ്റേ ഇതില് പറഞ്ഞ പയ്യനാണ്. പറഞ്ഞില്ല. അവിടെ ചന്ദ്രൻ, ഞാൻ ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നീ അങ്ങനെയാണ് ഗെയിം നിർത്തുവോ? നീ ഗെയിം നിർത്തുവോ? നിന്റെ ലഹരി ഗെയിം അല്ലേ? നിന്റെ അതേപോലെ തന്നെ വീഡിയോ ഇടുന്ന ഇത് എന്താ പറയുക, സിനിമയിലേക്ക് കയറണം, ഇതൊക്കെ എന്റെ ഒരു ലഹരിയാണ്. അത് എന്താ പറയുക, സിഗരറ്റ് വലിക്കുന്നത് കുടിക്കുന്നില്ലല്ലോ, പിന്നെന്താ വീഡിയോ ഇടും, വിജയണ്ണനെ കുറിച്ച് പറയും, ഇതാക്കും. അതിന് നീ ഇതാ ഇന്ത്യൻ പൗരനാൾക്ക് വീഡിയോ ഇടടാ, ഇടൂ, നിനക്കെന്താ? നീ തന്നെയാണ് മനസ്സിലാക്കുക. അത് അങ്ങനെ പറയണ്ടായിരുന്നു, മോശമായി അങ്ങനെ പറയണ്ടായിരുന്നു. ഇവനെയൊക്കെ വാണോന്നാ വിളിക്കണ്ട, വാണം, പറ വാണം, അങ്ങനെ അവനെ വിളിക്കേണ്ട. ഇവനെ ചൊക്കടേനെന്ന് എന്തിനു വിളിച്ചു നിങ്ങൾ എന്തിനു വിളിച്ചു ഈ വാണത്തിനെ? എന്തിനു വിളിച്ചു നിങ്ങള്? അടുത്ത എന്തിനെ പറയാൻ പോണ എനിക്ക് അറിഞ്ഞോളാം. എടാ ചന്ദ്ര വാണത്തപ്പ, നിന്നെ അതാ വിളിക്കണ്ട. നീ വാണത്തപ്പൻ, ചന്ദ്രൻ വാണത്തപ്പൻ. അതേ പറയാം. ഇവനൊക്കെ എടുത്തിട്ട് അടിക്കാൻ വേണ്ട ചന്ദ്രൻ. ഒരാളെ ഞാൻ വിചാരിച്ച ഷസാമും പൊട്ടി പൊട്ടനാണെന്ന് വിചാരിച്ചത്. ഒരാളോട് എങ്ങനെ പെരുമാറണവനെ അറിയില്ല. നീയും അതേപോലെ തന്നെ. ഷസാമെ ഇങ്ങനെയല്ല വിളിക്കുന്ന, വാണ വിളിക്കുന്നത്. നിന്നെ കണ്ട് തെരണ്ടിവാട് എടുത്ത് അടിക്കണം. എന്നിട്ട് എന്തിനാണ് വാണത്തപ്പാന്നാണ് നിന്നൊക്കെ പറയേണ്ടത്. അത് ഹർട്ടായിരുന്നു. അത് ആക്ക് ഫീലായി തോന്നും. ഇത്ര വളരെ റേജ് ആയി. സോറി അണ്ണ, ക്ഷമിക്കണം. എടാ നീ എന്തിനാണ് പൊട്ടൻ ചിരിക്കുന്ന പോലെ ചിരിക്കുന്നത്? ഇതിന് മാത്രം എന്താ ചിരിക്കാനുള്ളത്? ഇത് മാത്രം ഒന്നുമില്ല. നിന്റെ വീഡിയോ കണ്ടാ ചിരിക്കാനായിട്ട് ഒരു കാര്യം ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. പറഞ്ഞോളൂ. എന്താ ഇത് പറഞ്ഞേ? എന്തോ ഒരു കഴുത പോലെ എന്റെ എന്താ പൊലയടി മോനെ പറയണ? ഉറച്ചില്ലടാ ഒരിടത്ത്. ഒരു വള്ളത്തിൽ കാലം ചവിട്ട, ഒരു വള്ളത്തില്. അച്ഛനാ ചേട്ടനാ ഒന്ന് പറ. എടാ ഞാൻ ഇഷ്ടമുള്ള വിളിക്കടാ നായ. അതിന് നിനക്കെന്താണ്? ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ക്ഷമേനെ പരീക്ഷിക്കുന്ന എടാ ചന്ദ്ര. എടാ നാളെ ഇത് റിയാക്ട് ചെയ്യട്ടെ. എന്നല്ലല്ലോ നമുക്ക് ഇങ്ങനെ കാണാം ഗൈസ്. നമുക്കൊന്ന് പറയണ്ട, നമുക്ക് ഇങ്ങനെ കാണാം. അപ്പൊ അടുത്ത് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. 8 സിനിമയും 4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടിരിക്കുകയാണ് ചലഞ്ചിങ് സ്റ്റാർ. 8 സിനിമ 4 ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ റിലീസ് ഉണ്ട്. ഇരുട്ടറയിൽ മുരട്ട് കൂത്താണ് ഫസ്റ്റ് സിനിമ അവന്റെ. ഓ നീ എല്ലാം തികഞ്ഞിട്ടുള്ള ആള് ചന്ദ്രൻ. ഓ എടാ ഞാൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് വരെ എഴുതി ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത ചെക്കന്മാരായിട്ട് ഇപ്പൊ അവർക്ക് തിരക്കാണ്. അവരിപ്പോ ഷോർട്ട് ഫിലിം ഒന്നും അവരെ ആണാ
ഷോർട്ട് ഫിലിം വന്ന ലിങ്ക് ഒന്ന് ആരെങ്കിലും പണിയായതുകൊണ്ട് ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാതെ പിന്നെ ഞാൻ കുറച്ച് സിനിമയിൽ ഭാഗമായിട്ടുണ്ട്. ആസിഫിക്കന്റെ പടം, ബേസിന്റെ പടം, പിന്നെ ജയിലർ 2ന്റെ സെറ്റിൽ വരെ കയറിയിട്ടുണ്ട്. നീ കയറിയിട്ടുണ്ടോ കളി? അത്രയും ഗതിയോട് എനിക്ക് വന്നിട്ടില്ല സെറ്റിൽ കയറാനുള്ള. നീ ഒരു പടം ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് മുന്നേ ഇറങ്ങിയതാ, ഏതാ അറിയോ? നീ ഇരുപ്പ ഞാടിപ്പ. നല്ല പടമാണ്, പക്ഷെ സെൻസർ കട്ടിന് കൊടുത്തിട്ട് ഇതുവരെയായിട്ട് ഇറങ്ങിയില്ല. എന്താ പറയാ, കാരണം ഇവനാണ് അടിക്കാൻ വന്നിരുന്ന ആളെ ഇവനായിരുന്നു. ഇവനെ ഇത് കീറി കിടന്നുകൊണ്ട് ആക്ക് വരാൻ ഇത് ഇറക്കാൻ പറ്റില്ല സിനിമ സമയത്ത്. വേണ്ട, അത്രയും ഇതാണ്. നീ ഇരുപ്പ ഞാടിപ്പ എങ്ങനെയുണ്ട്? നിന്റെ അടിപൊളി പടാട്ടോ. എത്ര ഓടി? 2 ആഴ്ച ഓടി ഉണ്ടാവും അല്ലേ? നീ ഇരുപ്പ നാടി. അടുത്ത പറ. നീ തരുന്നൊരു സന്തോഷം ഉണ്ടോ എനിക്ക്, അതിൽ പിന്നെ ഭയങ്കര കാര്യമാണ്. തമ്പി കീറങ്ങപ്പ. ടാങ്കി ഓക്കെ, ടാങ്കി ചന്ദ്ര, ടാങ്കി. ഇടിക്കാനില്ല ഒരിക്കലും. അത്രയും ഒരു ഫാനിനെ ഒരിക്കലും വിജയ് എന്ന് പറഞ്ഞ ഒരാള് ശശം ബ്രോ ഇവനെ അത്രയും കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളിനെ ഒരിക്കലും ഇടിക്കയില്ല. ഇവനെ കൊല്ലും. യവനെ വന്ന് ഇടിച്ചങ്ങ് കൊല്ലും. അങ്ങേര് ഉറപ്പാ, അതൊരു സംശയമില്ല. അങ്ങേര് ഇതുവരെ കണ്ടിട്ടില്ല നിന്റെ ഒരു വീഡിയോ പോലും. കണ്ടു കഴിഞ്ഞാൽ നിന്നെ വന്ന് കൊല്ലും. സത്യം കൊല്ലും. സർഫറാസ് ബ്രോ, താങ്ക് യു ഫോർ ദ സ്റ്റിക്കർ. മിക്കവാറും ഇവന്റെ കൈകൊണ്ട് ചാവും. ഇവൻ ഇന്റത് എനിക്ക് ഇങ്ങോട്ട് അണ്ണന് തരിക്കണം. അണ്ണന്റെ കൈയൊക്കെ ഉണ്ടല്ലോ, അണ്ണന്റെ കൈയൊക്കെ തരിക്കണ്. അണ്ണ എന്നെ ഇടിക്കല്ലേ. എനിക്ക് നിങ്ങള് പറയണമൊക്കെ, പക്ഷെ കയ്യാങ്കളിയിലോട്ടൊന്നും പോലെ എനിക്ക് ഈ പറയുന്ന പറയാൻ എനിക്ക് പേടിയാണ്. അണ്ണനെ പേടിയാണ്. അണ്ണൻ കരാട്ടെ, കുംഫും പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അണ്ണൻ അടിക്കാനൊന്നും വരല്ലേ, നമുക്ക് പറയാം, അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കാം. ഏത് ഞാൻ കുറെ കാലം അടിച്ചിട്ട് അണ്ണന്റെ ഒരു കാര്യം ഒന്നിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയാ. ഇവൻ ഇന്റത് എനിക്ക് ഇങ്ങോട്ട് ഞാൻ കുറെ കാലം അടിച്ചിട്ട്. എന്താ അണ്ണ പറയുന്നേ? ഒരുത്തനെ അടിച്ചിട്ട് മിക്കവാറും ഇവന്റെ കൈ കൊണ്ട് അടിച്ച് ചാവും. ഇല്ല വേറെ. ഞാൻ പോട്ടെ വിചാരിക്കുമ്പോ എന്റെ ക്ഷമേനെ പരീക്ഷിക്കുക. പുള്ളിന്റെ നല്ല നല്ല പടങ്ങൾ കളിയാക്കണം. അതിനെ കുറിച്ചൊന്നും നീ ഒന്നും പറയുന്നില്ലല്ലോ, കാരണം നിങ്ങൾക്ക് ഫ്രണ്ട്സ് അല്ലേ. അതാണ് എനിക്ക് മനസ്സിലായി. പിന്നെ വിജയനെ നിന്റെ തല നായി നക്കിയുണ്ടോ? ഇല്ല, അറിയാമല്ലോ, ചോദിക്കുക. എനിക്ക് ചിരി വരുന്നു. ഇവ അതിന്റെ ഇടയിൽ കൂടെ എന്താ ചിരിക്കുന്നത്? ഇവനൊരു ക്രിഞ്ചറാട്ടോ സത്യം പറഞ്ഞാല്. പറഞ്ഞാട്ടാടാ ഒരു സെക്കൻഡ്, ഒരാളെ കാണിച്ചു തരാം. ഇപ്പം നീ എന്റെ ഹെയർ സ്റ്റൈലിനെ കളിയാക്കി. ഇതുപോലെയാണ് അവന്റെ മുടി ഇരിക്കണ. കണ്ട, അവൻ എന്നെ കളിയാക്കണ. കണ്ട, നിന്റെ മുടി കളിയാക്കലടാ റാസ്കൽ. നീ ബാക്കി പറ. നിന്റെ നെഞ്ചാൻ കൂടി ചവിട്ടി കീറിഞ്ഞ ഇങ്ങനെയാണെങ്കിൽ കഴിവേറി. നീ നിന്റെ വീഡിയോ, അടുത്ത വീഡിയോ നീ എന്നിടണം, അതിനകത്തൊന്ന് പറയണം. എനിക്കൊന്ന് റിയാക്ട് ചെയ്യാനാണ്. എനിക്ക് ഇടയ്ക്ക് ബോറടിക്കും. പെട്ടെന്ന് വീഡിയോ കേട്ടാ. ഇവൻ എനിക്ക് ഇട്ടിക്കണം, സത്യം കലിപ്പം കൊണ്ട് അളകുണ്ട്. സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു വരുമ്പോ കൊറേ കാലം ഇന്റർ തന്നിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്തേ വരുന്നുണ്ട് ചന്ദ്ര. പിന്നെ എപ്പോഴാ വീഡിയോ ഇടുന്നോ? നിന്നെ അടിച്ചു തിരിച്ചു പോക്കില്ലേ? നീ തിരിച്ചു പോക്കില്ലല്ലേ? അപ്പൊ തിരിച്ച് വീഡിയോ ഇടാൻ വേണ്ടി നാട്ടിൽ പോണില്ല. നിന്നെ അടിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ വീഡിയോ കേട്ടോ. ചന്ദ്ര, ഞാൻ നേർക്ക് നേരം നീ സംസാരിച്ചേ, നേർക്ക് നേരം. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ ഇല്ലല്ലോ അപ്പൊ ഇനി എന്താ എത്തുന്നുണ്ട് നായ കാണിച്ചു തരാം. ഐ ആം വെയിറ്റിംഗ്.
എന്റെ മീശ പകുതിയും പോയി മയിരെ തേച്ച് നീ ഇരുന്ന് പറ. നിന്റെ പിഴുത് ആ മീശ എല്ലാം പോയി അവിടെ നിന്ന് അവരാതി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം.